നമസ്കാരം കൂട്ടുകാരെ, ഏജ് ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോന്റെ അവസാനം ഒരു സീക്രട്ട് ഉണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് ബിരിയാണിയാണ്. ഞാൻ തന്നെ വീട്ടിലുണ്ടാകുന്ന ഗരം മസാലയാണ്. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൈ പാനിൽ ചൂടാക്കുക. അതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പു, പട്ട, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, അരിമോദകം എല്ലാം കൂടി ഇട്ട് ചൂടാക്കിയിട്ട് ജസ്റ്റ് അധികം ഒരുപാട് ചൂടാക്കണ്ട, കുറച്ചൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നേരെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ഗരം മസാലൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഓക്കെ, കുറച്ചൊന്ന് ചൂടായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അടുത്തായിട്ടാണ് ഈ ഫ്രൈ പാനിൽ വെക്കുക. അതിൻ്റെ അകത്ത് ഓയിൽ ഒഴിക്കുക. നമ്മൾ ഉള്ളി പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞ് ഉള്ളി എടുക്കുക. കുറച്ച് ഒരു 2 ഉള്ളി അല്ലെങ്കിൽ 3 ഉള്ളി എടുത്താൽ മതി. അതൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പൊരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടിട്ട് പൊരിക്കാൻ നിൽക്കണ്ട. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണി ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ കോരിക്കോളും. എന്നിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ഒന്നായിട്ട് അങ്ങനെ തന്നെ കോരി വെക്കണ്ട. അതൊന്ന് വെതറി എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കട്ടയായി പോകും. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷിൻ്റെ അകത്ത് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് വിനാഗിരി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ഇത് മാത്രം ഇട്ടിട്ട് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് കത്തിക്കുക. പാനിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മീൻ ഒരിക്കലും ഫുള്ളായിട്ട് പൊരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽ അത്രേ വേണ്ടുള്ളൂ. ഹാഫ് ബോയിൽ മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് പൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാല ഇതിൻ്റെ അകത്ത് പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് ബോയിലാകുക. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. അതുകൊണ്ട് ഹാഫ് ബോയിൽ എന്ന് പറയുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് പൊരിഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോകും, പിന്നെ ഹാർഡായി പോകും. അതുകൊണ്ട് പകുതി മാത്രമേ വേവിക്കാവൂ. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ അരി ഒന്ന് കുറച്ചൊന്ന് കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസുമതിയാണ്. ബസുമതി നമ്മളൊരു അളവിൽ അളന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അത് അവിടെ നിന്ന് കുതിരട്ടെ. അപ്പോൾ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ ഒരു ജാറിൽ ഒരു 4-5 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അത്ര എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അത് കൂടാതെ അതിന് വേണ്ടത് നമുക്ക് എന്താണ്, ടൊമാറ്റോയും സവാളയും, തക്കാളിയും സവാളയും എടുക്കുക. അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ട് ബാക്കി, ആ എണ്ണയിൽ ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. ഉള്ളി പെട്ടെന്ന് വഴറ്റാൻ എല്ലാവർക്കും അറിയുന്ന ട്രിക്ക് തന്നെ. കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉപ്പിട്ടിട്ട് നല്ലോണം കാട്ടി കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടിയും വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു മണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും. വഴറ്റി ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ കുറച്ച് നമ്മൾ അതിൻ്റെ അകത്ത് തൈര് ആഡ് ചെയ്യണം. ഒരു 2 സ്പൂണ് തൈര് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ലെമൺ കൂടിയും പിഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ സാധനം, നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ, അത് ഒരു പിടി ആ മസാലയിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കാം. ആ ഉള്ളിയോട് ഇട്ട് കഴിഞ്ഞാൽ അത് ഏകദേശം ഈ ഒരു രൂപത്തിലെത്തും നമ്മുടെ മസാല. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാല കുറച്ച് ഒരു 2 നുള്ള് അതിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട്
സെറ്റാക്കി അവിടെ വെക്കുക. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ പൊരിച്ച് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ലെയർ പോലെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ അടിയിൽ വെച്ചിട്ട് കുറച്ച് മസാല കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതവിടെ സെറ്റ് ആകുന്നപ്പോഴത്തേക്ക് നമുക്കിനി ചോറ് വെക്കാം. ചോറ് വെക്കാന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് അളവില്ല, കാരണം നമ്മളിത് വെള്ളം ഊറ്റുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത്, ബസുമതി അല്ലേ. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വേവിച്ചതിൻ്റെ ബാക്കിയുള്ള ഓയിലുണ്ട്, അപ്പോൾ ആ ഓയിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അതിനായിട്ട് വേറെ ഇനിയിപ്പോൾ ഓയിൽ ഒഴിക്കണ്ട, ഉള്ളി പൊരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി അതിൻ്റെ അകത്ത് വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക ഇതെല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു പിടി ഉള്ളി, വെല്ലുള്ളി അത് അതിലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ലെമൺ നമ്മൾ അതിലേക്ക് ഒഴിക്കണം. കാരണം എന്താ വെച്ചാൽ അത് അരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മീൻസ് ഒന്ന് ഇളക്കിയിട്ട് അവിടെ മൂടി വെച്ച് തിളപ്പിക്കുക. അരി ഒരു 90% വെന്താൽ മതി, കാരണം ഒരു 10% നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും. നമുക്ക് ദമ്മിടാം. അപ്പോൾ ആ മസാല മാറ്റിയിട്ട് നമ്മൾ ചോറ് കറക്റ്റ് അതിൽ 90% വെന്ത ചോറ് അത് അതിലിങ്ങനെ കറക്റ്റ് ലെവലാക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ഉള്ളി, ഗരം മസാല, പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആ ഗരം മസാലയും ഉള്ളിയും മല്ലിച്ചപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കളറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് യൂസ് ചെയ്തതാണ്. എന്നിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു തീ കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം. കൂടിപ്പോയാൽ അടി പിടിക്കും. അടി പിടിച്ചാൽ എന്നെ കുറ്റം പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മളെ ബിരിയാണി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയല്ലേ. നമുക്ക് ആ മുകളിലുള്ള ചോറെല്ലാം ആദ്യം എടുത്ത് മാറ്റാം. ഓക്കെ, കാരണം നമ്മൾ അടിയിലാണ് നമ്മളെ സാധനം കിടക്കുന്നത്. അപ്പം മുകളിലത്തെ ചോറ് ലെയറെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാനുള്ളൊരു സെറ്റ് ചെയ്യാം. കാരണം മീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലോലി എടുക്കണം, കാരണം മീനാണ് പൊട്ടിപ്പോവും. അപ്പോൾ നല്ലോണം എടുത്തിട്ട് നമ്മൾ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ച് മസാലയും ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ മാറ്റിയ ചോറൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി റെഡിയാക്കി വെക്കാം. നമുക്ക് അടിപൊളിയായിട്ടില്ലേ? അങ്ങനെയുണ്ട്, സംഭവം സെറ്റല്ലേ? നമുക്ക് കഴിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണി ഇങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നമ്മളെ ഇപ്പം എന്താ വെച്ചാൽ ഒരു ചമ്മന്തി വേണം. ചമ്മന്തി എന്ന് വെച്ചാൽ തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കച്ചമ്പർ, മീൻസ് തൈര്, ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സ് ഇതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.